പ്രിയ ഇഗ്നോ MA സൈക്കോളജി സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ പറഞ്ഞു മറ്റേ യൂട്യൂബിലൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, കുറച്ചൊക്കെ മലയാളത്തിൽ പറഞ്ഞു തരാമോ? അപ്പം ഞാനിന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ, കാരണം ഈ സൈക്കോളജി ടേംസിൻ്റെ മലയാളം വാക്കുകളുടെ മലയാളം കണ്ടുപിടിക്കുക. ഇപ്പോൾ ചോദകം, സിമിലി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും കിട്ടത്തില്ല. ഇപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന് ബുദ്ധിയുടെ ക്ഷേത്ര സിദ്ധാന്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ ഇംഗ്ലീഷിനേക്കായി പാടാൻ മനസ്സിലാവാൻ മലയാളം. എങ്കിലും ഞാൻ നോക്കട്ടെ. ഇന്നത്തെ ചാപ്റ്റർ 2 യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ൻ്റെ പേര് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ലേണിംഗ് ആൻഡ് മെമ്മറി. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ കമ്പ്യൂട്ടർ മനസ്സിൽ കൊണ്ടുവരണം. ബിക്കോസ് വാട്ട് ഈസ് എ പ്രോസസ്സർ? പ്രോസസ്സിങ് ഈസ് വാട്ട്? പുട്ടുണ്ടാക്കുന്നൊരു പ്രോസസ്സിംഗ് ആണ്. ഞാൻ വളരെ ലളിതമായിട്ടെന്ന് പറയണേ. കാരണം അത് മാവ് കുഴച്ചു ശരിയാക്കിയെടുത്ത് തേങ്ങാപ്പീര ഇടുന്നതിട്ട്, അല്ലെങ്കിൽ പുട്ടുകുറ്റിയിലെ വെള്ളം ശരിയാക്കി പുട്ടുകുറ്റി എടുത്തു, അതിനകത്ത് ചില്ലിടാതെ ഇടുന്നവരുണ്ട് കേട്ടോ. ഇതിട്ട് പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ശകലം ഇത് മുറിക്കാൻ, അമ്മമാർക്ക് മുറിക്കാൻ വേണ്ടി വീണ്ടും ശകലം പുട്ടിൻ്റെ പീരയൊക്കെ ഇട്ട്, പിന്നെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട്, പിന്നെ ഇത് അടച്ച് ആവി കയറുമ്പോൾ ഇത് പ്രോസസ്സിംഗ് ആണ്. ഇറ്റ്സ് ആക്ച്വലി പ്രോസസ്സിങ്. ലൈക്ക് ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് എ പ്രോസസ്സർ. അപ്പോൾ എപ്പം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് കേട്ടാൽ കമ്പ്യൂട്ടർ തലയിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. യു ഹാവ് ടു ബ്രിങ് ദ കമ്പ്യൂട്ടർ ഇൻ യുവർ ബ്രെയിൻ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ്സിങ്. ഈ പ്രോസസ്സിങ് ഞാനത് പറയാം. എക്സ്പ്ലോസ് ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ വിച്ച് ലൈക്സ് ദ ഹ്യൂമൻ മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ. റിയലി ഹ്യൂമൻ മൈൻഡ് ഈസ്. ഇപ്പം ഞാനൊക്കെ പറയാം, കുമാരനാശാൻ ഒരു പൂ കണ്ടപ്പോൾ അയാൾ പ്രോസസ്സ് ചെയ്തു. ഞാനൊരു പൂ കണ്ടപ്പോൾ പ്രോസസ്സ് ചെയ്ത്, കൊള്ളാം, ഈ കൊച്ചു കൊള്ളാം, ഈ പൂവ് ആവുന്ന കൊച്ചു കൊള്ളാം, ഒരു പെണ്ണിനെ കണ്ടത് കൊള്ളാം, അല്ലെ ആണിനെ കണ്ട കൊള്ളാം. പക്ഷേ ഹെർക്കുലീസിനെ കണ്ടപ്പം അതിനെക്കുറിച്ച് എഴുതിയവരുണ്ട്. അവർ പ്രോസസ്സ് ചെയ്ത് ഡിഫറെൻറ്റ് ലെവലിലാണ് അതിനെ പ്രോസസ്സ് ചെയ്ത്. കുമാരനാശൻ പൂവിനെ വീണ പൂ കണ്ടപ്പോൾ പ്രോസസ്സ് ചെയ്ത് ഡിഫറെൻറ്റ് ലെവലിലാണ്. അക്കോർഡിംഗ് ടു ദ കപ്പാസിറ്റി ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്, എനിബഡി ക്യാൻ പ്രോസസ് എനിത്തിങ് അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റി. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് ഈ പ്രോസസ്സിങ്ങിന് നിങ്ങൾ ഇത് ബ്രെയിനാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ബ്രെയിൻ കൊടുക്കണം. ബ്രെയിൻ ഒറ്റയ്ക്കൊന്നും സെൻസ് ചെയ്യത്തില്ല. അപ്പോൾ ബ്രെയിൻ എന്ത് വേണം? അപ്പോൾ അവിടെ ബ്രെയിൻ അക്വയർ ചെയ്യുന്നു. അക്വയർ ചെയ്യണമെങ്കിൽ ആരെല്ലാം കൊടുക്കണ്ടേ? ഇപ്പം നമ്മൾ സ്ഥലം എടുത്ത് അക്വയർ ചെയ്യുന്നു. സംബഡി ഷുഡ് ആരെല്ലാം അക്വയർ ചെയ്യും? നമുക്ക് അക്വയർ ചെയ്യാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടാവണം. ദാറ്റ് ഈസ് അക്വയറിങ്. സെക്കൻഡ് വൺ, ഈ ബ്രെയിൻ ഇത് സ്റ്റോർ ചെയ്യുന്നു. എനിക്ക് വേണ്ടത് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങളോ കാണും, പക്ഷേ സ്റ്റോർ ചെയ്യും. തേർഡ് വൺ, യൂട്ടിലൈസസ് ഇറ്റ്. ഞാൻ അന്ന് പഠിച്ചു, എൻ്റെ നാരായണ ടീച്ചർ പഠിപ്പിച്ച അന്നത്തെ അക്ഷരം ഞാൻ ചേർത്ത് വെച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക്. അത് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അക്വയർ ചെയ്തു, സ്റ്റോർ ചെയ്തു, ഇപ്പം ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നു. ഈ 3 പ്രോസസ്സ് നിങ്ങൾ മറക്കാതിരിക്കുക. അക്വയറിങ്, സ്റ്റോറിങ് ആൻഡ് യൂട്ടിലൈസിങ്. ദിസ് ഈസ് കോൾഡ് ദ പ്രോസസ്സിങ്. നോളജ് ടു ദ പ്രൈമറി മെമ്മറി സിസ്റ്റം. ഓക്കെ, പ്രൈമറി മെമ്മറിയൊക്കെ തിരിച്ചു വരാം. ഞാൻ ഇന്നിപ്പോൾ ഈ ടോക്കിൽ 10 മിനിറ്റ് സെൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ നിന്ന് വിട്ടല്ല, സിലബസിന് ഇച്ചിരി വാസ്റ്റാക്കി ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് ഇത് വായിക്കുമ്പോൾ എല്ലാം കാണണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കാം. ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ദെൻ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 5 സെൻസാണ് ഉള്ളത്. ഇന്ദ്രിയങ്ങൾ 5 നമുക്കുള്ളത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ 5 പ്രോസസ്സ് ചെയ്യും. അത് ഏതൊക്കെയെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായി. ആ 5 നിങ്ങൾക്ക് ഡയഗ്രമൊക്കെ വരച്ച് 5 സെൻസിൻ്റെ ഡയഗ്രമൊക്കെ വരച്ച് ചെയ്യാം. സെൻസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സെൻസറി ചാനൽ, ഇപ്പോൾ സെൻസറി ചാനൽ എന്ന് എഴുതിയിട്ട് 3-4 ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ എന്താ? സെൻസറി പ്രോസസ് ത്രൂ വിഷൻ, കാണുന്നതിലൂടെ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പണി കിട്ടിയേ, അതാണ് കണ്ണ്. അപ്പം വിഷൻ. അപ്പോൾ വിഷൻ എന്നൊരു കോളത്തിൽ എഴുതാം. അപ്പം സെൻസറി ഐ ഈസ് സീയിങ്, കണ്ണ് കാണുന്നു. ദെൻ സ്ട്രക്ചർ ഓഫ് ഐ സീയിങ്, അതിനൊരു സ്ട്രക്ചറുണ്ട് കാണുന്നതിന്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ ഞാനത് വളരെ സിമ്പിൾ എക്സാമ്പിൾ എപ്പോഴും പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ ആൺകുട്ടികളെന്ന് പറഞ്ഞു, ലോകത്തിലെ ആൺകുട്ടികൾ വാസ്റ്റായി. ദിസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. ബട്ട് മനോജ് എന്ന് പറയുന്നത് എന്താ? സിംഗിൾ യൂണിറ്റാണ്. അപ്പോൾ നമ്മളതിന് ഓരോ സ്ട്രക്ചർ, നമ്മളതിന് മണിച്ചിത്രത്താഴത് മോഹൻലാൽ പറയുന്നുണ്ട്, എന്താ എന്തൊരു സ്ട്രക്ചർ, ചുമ്മാ അല്ല തമിഴ് വീണത്, സ്ട്രക്ചർ എല്ലാം കാണുന്നൊരു സ്ട്രക്ചറുണ്ട്. ഇത് വെച്ചാൽ നമ്മുടെ ഒരു വീടിനെ നമ്മൾ ആസച്ച് കാണുന്നത്, നമ്മളൊരു തൂണ് കൊള്ളാം. ദെൻ സ്ട്രക്ചർ ആൻഡ് ഐ ഓഫ് സി. ദെൻ ദ റെറ്റിന സീ, ഇത് കാണുന്നുണ്ട്, കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. വിഷ്വൽ പാത്വേ ഓഫ് ദ ബ്രെയിൻ. ഈ കാണുന്നത് നമ്മൾ ബ്രെയിനിലേക്ക് കൊണ്ടുപോവുകയാണ്.
It's a pathway to the brain. Then some stimulus sensation, relationship in the vision, and ഈ വിഷനൊക്കെ നമ്മൾ കോഡിഫൈ ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. പെട്ടെന്ന് പോകാൻ. ദെൻ അടുത്തത് സെൻസറി പ്രോസസ് ഇൻ ഹിയറിങ്. അപ്പോൾ സെൻസ് നമ്മൾ എഴുതി. അടുത്തത് കേൾവിയാണ്. ഹിയറിങ്, സെൻസറി, ദ ഫിസിക്കൽ സ്റ്റിമുലി ഓഫ് ഹിയറിങ്. നമുക്കെല്ലാം കേൾക്കും. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടൊരു വാക്കാണ്. ഷൈന എനിക്ക് ഇത് ഇട്ട് തരണം എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ആ പാട്ടൊന്ന് ഇട്ട് തരുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ദ ഇയർ ആൻഡ് ഹിയറിങ്. ഓക്കെ, നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒരു ഘടനയുണ്ട്. അപ്പം ഓക്കെ, ഇത് അപ്പം നമ്മൾ അത് സെൻസറി രണ്ടാമത്തെ എടുത്ത്, മൂന്നാമത്തേത് സ്മെൽ. അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതണം. അപ്പോൾ സെൻസ് എന്തൊക്കെ കാര്യങ്ങളാണ്? സ്മെല്ലാണ്. അപ്പോൾ സെൻസറി പ്രോസസ് ഓഫ് ദ സ്മെൽ. അപ്പോൾ മണം, നല്ലത് മോശമായ മണങ്ങളെ കുറിച്ച് അത് നമ്മളെന്താ ഇതെല്ലാം ഈ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ദ സ്മെൽ ഈസ് ബീങ് പ്രോസസ് ടു ദ ബ്രെയിൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചന്ദ്രിക സോപ്പിൻ്റെ മണം നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ചന്ദ്രിക സോപ്പ് ഇട്ടുകൊണ്ട് കുളിച്ച് വരുന്ന ഒരാൾ നമ്മൾ അടുക്കുവന് ചന്ദ്രിക സോപ്പ് ഇട്ടാൽ വിളിച്ചല്ലേ, സാൻഡൽ ഉപയോഗിച്ചല്ലേ. കാരണം എന്താ, ഈ സാൻഡൽ എവിടെയോ എൻ്റെ തലയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ പറയും അപ്പുറത്തെ ഇറച്ചിക്കറി വെക്കുന്നു, അല്ലെ മീൻ വറക്കുന്നുണ്ട്, പാല പൂക്കുമ്പോൾ എച്ചി വരുന്നുണ്ടെന്ന് പറയത്തില്ലേ. ഇത് നമ്മൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് തലയ്ക്കകത്ത് വെച്ചേക്കാണ്. അടുത്തൊരു ടേസ്റ്റ്, ദ ടേസ്റ്റി ബഡ്സ് യു ആർ ഹാവിങ്. അമ്മ ഇത് നല്ല ആഹാരം, അല്ല നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് നല്ല ആഹാരം, ടേസ്റ്റി ബഡ്സ് വി ആർ ഹാവിങ്. അത് നമ്മളെന്താ ആ ഒരു ദ പ്രൈമറി ക്വാളിറ്റീസ് വി ഹാവ് സ്റ്റോർഡ് ഇൻ അവർ ടേസ്റ്റ് ഇൻ അവർ ബ്രെയിൻ. ഇത് നാക്കിലല്ല. നാക്കിൽ നമുക്ക് മുകുളങ്ങളുള്ളൂ. പക്ഷേ മുകുളത്തെ നാക്ക് സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് ജഡ്ജ് ചെയ്യുന്നത് ബ്രെയിനാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ പ്രോസസ്സിങ്. ദെൻ സെൻസറി പ്രോസസ് ഓഫ് ദ സ്കിൻ സെൻസ്. നമ്മൾ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. I wake up by 2 o'clock in the morning, but 4 o'clock I was trying to read something. But the cool atmosphere, I opened my doors and windows. അപ്പോൾ എനിക്ക് നല്ല തണുപ്പ് കിട്ടി. അപ്പോൾ എവിടെയാണ് തണുപ്പ് കിട്ടിയത്? അവിടെ നമ്മുടെ സ്കിന്നിന്. അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ അതെടുത്ത്. അപ്പോൾ മഴ നല്ലതാണ്. നമുക്ക് മഴ നല്ലതിന് ഉറങ്ങാൻ വേണ്ടിയല്ലേ. നമ്മളത് അങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കാണ്. ദ പ്രഷർ ഓഫ് എ ടച്ച്, ടെമ്പറേച്ചർ സെൻസേഷൻ, കോൾഡ് വാം, പെയിൻ ഓൾസോ. ഒരു പിച്ച് വെച്ചുമ്പം നമ്മുടെ തലയിലല്ല വെച്ചുന്നത്, പക്ഷേ തൊലിയല്ല വെച്ചുന്നത്, കിട്ടുന്ന ഇവിടെ തലയ്ക്കകത്ത് അയ്യോ എന്ന് വിളിക്കും അല്ലേ. അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകും. ദെൻ എപ്പം അഞ്ചും പറഞ്ഞു തോന്നുന്നു അല്ലേ. ചെവി, മൂക്ക്, വായ, തൊലി, ഓക്കെ, കണ്ണ്, 5 പറഞ്ഞു. അപ്പോൾ 5 കോളത്തിൽ എഴുതണം. അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ. ദെൻ ഇതിന് ഈ ഫോംസ് ഓഫ് സെൻസറി പെർസെപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കണം തോന്നില്ല. ഒന്ന് പെർസെപ്ച്വൽ പ്രോസസ്സിനകത്ത് അറ്റൻഷനാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഷൻ എന്താണെന്ന് എഴുതാം. സ്പാൻ ഓഫ് അറ്റൻഷൻ എങ്ങനെയാണ് കാണുന്നതാണ് നമ്മൾ. അതിന് ഈ എല്ലാം കാണുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല. വി വിൽ സ്റ്റോർ certain things only. ദാറ്റ് ഈസ് അറ്റൻഷൻ പതിപ്പിച്ച് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുകയും ചെയ്യും. അറ്റൻഷൻ പ്രോസസ്സിങ് ഓഫ് ഇൻഫർമേഷനാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ലെന്ന് തോന്നും. എനിക്ക് ആ ടെക്സ്റ്റ് എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ദെൻ പെർസെപ്ച്വൽ പ്രോസസ് ഫ്രം പെർസെപ്ഷൻ. അതിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മൾ കാണുന്നതിന്. ദെൻ പെർസെപ്ച്വൽ പ്രോസസ് ഇൻ വിഷ്വൽ ഡെപ്ത് പെർസെപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി എന്നത് ഒരു കാര്യങ്ങൾ പറയാം. സ്റ്റേജസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനാണ് സെൻസറി മെമ്മറി. അത് ഞാൻ ഇത്രയും പറഞ്ഞതല്ല. അതിനകത്ത് നിങ്ങൾ ഒറ്റ ഹെഡിൽ ഇങ്ങനെ തീർക്കുക. എബവ് മെൻഷൻഡ് ആർ സെൻസറി മെമ്മറി. ലോങ് ടൈം മെമ്മറി ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്. സെൻസറി മെമ്മറിയാണ് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് നയിക്കുന്നത്. പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് വേണ്ടത് മാത്രം തലയിൽ സ്വീകരിക്കുന്നതാണ് ലോങ് ടൈം മെമ്മറി. അതായത് ഷോർട്ട് ടൈം മെമ്മറി ചിലപ്പം ഈ ഫ്രോയിഡൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നിൽക്കത്തില്ല, കോൺഷ്യസ് ലെവലിൽ നിന്ന് ചിലപ്പോൾ പോകും. ഇവിടേക്കാണ് നിങ്ങൾ പഠിച്ച സൈക്കോളജിയൊക്കെ എഴുതാൻ സാധിക്കുന്നത്. ഇവിടെ ഷോർട്ട് ടൈം മെമ്മറി വരുമ്പോഴേക്ക് കോൺഷ്യസ് സബ് കോൺഷ്യസ് ഒക്കെ നമുക്ക് വരച്ച് മുട്ടയുടെ ഷേപ്പിലൊക്കെ വരച്ച് നമുക്ക് ഇടാൻ സാധിക്കും. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് ഐസ്ബർഗ് എന്നൊക്കെ പറഞ്ഞ് ഇടാൻ സാധിക്കും. മെമ്മറി പോകുന്നത് ഇങ്ങനെയാണ്, ആ ലെവൽ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പം അല്ലെങ്കിൽ മരിയ മോണ്ടിസോറി എടുക്കാം. മരിയ മോണ്ടിസോറി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സെൻസറി ട്രെയിനിങ്ങിനെ കുറിച്ച്. സെൻസറി ട്രെയിനിങ് നന്നായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ വിഷ്വലൈസേഷൻ നടക്കത്തുള്ളൂ. ഫ്രോബിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ
നോളജ് അക്വിസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സെൻസ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ള. അപ്പോൾ സെൻസ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. സോ വാസ്റ്റ് എമൗണ്ട് ഓഫ് എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് ത്രൂ ദ സെൻസസ്. ദെൻ വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഓഡിറ്ററി വിഷ്വൽസ് ഉണ്ട്, സെൻസ് വിഷൻസ് ഉണ്ട്. ബ്രെയിൻ ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്ത് കൈ കൊടുക്കുക. 10 മിനിറ്റ് ആവുന്നേ നിർത്തും. ദെൻ സെലക്റ്റീവ് അറ്റൻഷൻ, വി വിൽ ഫിൽറ്റർ ആൻഡ് വി വിൽ സ്റ്റോർ ഓൺലി വാട്ട് ഈസ് നീഡഡ്. ഞാനിപ്പോൾ ഒരാളിനെ കാണുന്നു, എനിക്ക് വേണ്ടതേ സ്റ്റോർ ചെയ്യത്തുള്ളൂ, എനിക്ക് വേണ്ടതേ സ്റ്റോർ ചെയ്യത്തില്ല. എൻ്റെ ബ്രെയിനിൽ എനിക്ക് വേണ്ടത് മാത്രം. ഇപ്പം ഞാൻ ഇത്രയും വായിക്കുന്നുണ്ട്. ഞാൻ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് രാവിലെ എടുത്തു, ഒരു യോഗിയുടെ ആത്മകഥ എടുത്തു, മാറിവാനസിനെ കുറിച്ച് 2-3 കാര്യം വായിച്ചു, ബൈബിൾ എടുത്ത് വായിച്ചു. എന്നിട്ട് എനിക്കിതിനകത്ത് വേണ്ട ചില കാര്യം ഞാൻ ഫോക്കസ് ചെയ്തത് ഒരു കാര്യം എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് എൻ്റെ തലയ്ക്കകത്ത് സ്വീകരിക്കും. This is called information. So attention will be processing the sensory memory to short-term memory. അപ്പോൾ ഞാൻ എന്താ സെൻസറി മെമ്മറിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സെൻസറി മെമ്മറിയെക്കുറിച്ച് പിടികിട്ടി കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ എബോവ് കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർ വേണേൽ ഞാൻ പറഞ്ഞു 9447309807. ഞാൻ ഇത് അല്പം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ മെമ്മറിയെക്കുറിച്ച് പറയാം. ഷോർട്ട് ടൈം മെമ്മറിയെക്കുറിച്ച് ഒരു 10 മിനിറ്റ് പറയാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ ലോങ് ടൈം മെമ്മറി പറയാം. ഇതിനകത്ത് കംപ്ലീറ്റ് സിലബസ് എൻ്റെ ഇല്ല. ഉണ്ടെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു മേ ജസ്റ്റ് ഗീവ് ദ സബ്ജക്റ്റ്. എനിക്ക് സിലബസ് അയച്ചു തരിക, അതിൻ്റെ ഹെഡിങ്സ് അയച്ചു തരാം, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, പെട്ടെന്ന് പഠിക്കാം. ഒരു വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. സൈക്കോളജി, ഫിലോസഫി, ടെക്നോളജി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ജോഗ്രഫി, ഇതൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കും. ഹിസ്റ്ററി ഇതൊക്കെ പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം പഠിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഇതിൽ കൊണ്ട് സിമ്പിളാക്കാൻ എന്നെ അറിഞ്ഞുകൂടാ. അറിയാം, പ്യുവർ മലയാളത്തിൽ പറയാം. താങ്ക് യു.